ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇറങ്ങുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 3-4 സിനിമകളുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷകൾ ഏത് സിനിമയിലാണെന്ന് അറിഞ്ഞിട്ട്, പക്ഷേ എൻ്റെ സിനിമകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമകൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പം ഒരാൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, നീ ആ സിനിമ തന്നെ കാണാൻ പോകണം, നീ ഈ സിനിമ തന്നെ കാണാൻ പോകണം. പക്ഷേ ഈ ആഴ്ച ഇറങ്ങുന്ന 4 സിനിമകൾ, പ്രധാനപ്പെട്ട 4 സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ ടൊവിനോയുടെ നരിവേട്ട, രണ്ടാമത് ഇറങ്ങുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ മറ്റേ മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമയായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എനിക്ക് ഇതിനകത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ശ്രീനാഥ് ബാസി നായകനാകുന്ന ആസാദി എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 മിനിറ്റ് കൂടുതൽ ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് അതിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിലർ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന എലിമെൻറ്റ്സ് ആ സിനിമയ്ക്കകത്തുണ്ടെന്ന് ആ ട്രെയിലർ കൂടെ നമുക്ക് കാണിച്ചു തരികയുണ്ട്. ഞാൻ ഒരിക്കലും നരിവേട്ടയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലയും കുറ്റം പറയുകയല്ല. അപ്പോൾ എനിക്ക് ഈ 3 ടീസറും കണ്ടപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ട്രെയിലറും കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വർക്കൗട്ടായത് എനിക്ക് പേഴ്സണലി ആസാദി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറാണ്. അത് മാത്രമല്ല, ആസാദി എന്ന് പറഞ്ഞ സിനിമയുടെ ഡിജിറ്റൽ OTT അവകാശം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ വിറ്റുപോയി. സാധാരണ ഒരു മലയാള ചിത്രം, ഒരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണെങ്കിൽ പോലും ഇപ്പം ഭയങ്കര പാടാണ് ഡിജിറ്റൽ OTT റിലീസ് നടക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഡൊമിനിക്കും നമ്മുടെ ബസൂക്കയൊക്കെ ഇപ്പോഴും ഇത് കാത്തു നിൽക്കുന്നത്, ഡിജിറ്റൽ OTT റിലീസ് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ ബസൂക്കയുടെ എന്തൊക്കെയോ ഒരു ഇതായി എന്നൊക്കെ പറയുന്നു. അത് എന്ത് ടേംസിലാണെന്നൊന്നും നമുക്ക് അറിയണം, അതിൻ്റെ എമൗണ്ട് നമുക്ക് അറിയണം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട. അപ്പം ഡിജിറ്റൽ OTT റൈറ്റ്സ് നേരത്തെ റിലീസിന് മുമ്പേ വിറ്റുപോയ സിനിമയാണ് ആസാദി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആസാദിയിലാണ് എനിക്ക് ഈ 4 സിനിമകളിൽ, അതായത് ഇനി വരാനുള്ള വേറൊരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത് നായകനാണ് ബാച്ചിലർ എന്ന് പറഞ്ഞ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, അങ്ങനെ എന്തോ പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് അത് വലിയ പ്രതീക്ഷയില്ല, ചെറിയ കോമഡി കണ്ടന്റ് ആണെന്ന് തോന്നുന്നു അതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം പ്രതീക്ഷയുള്ളത് നമ്മുടെ ആസാദി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. രണ്ടാമത് എനിക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലാണ്. മൂന്നാമത് മാത്രമാണ് നരിവേട്ട. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഈ 3 സിനിമകളിൽ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പല അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി ആദ്യത്തെ ഷോ കാണുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ നിങ്ങൾ പറയും പോലെ ഇത് മാത്രം, നീ വേറെ വല്ല ജോലിക്കും പോകണമെന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. പല ജോലികളും ഉണ്ട്. ഇത് എൻ്റെ യൂണിഫോമാണ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് നിങ്ങൾ പല എൻ്റെ വീഡിയോകളിലും കാണുന്നത്. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ യൂണിഫോമാണ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രവുമല്ല, എനിക്കൊരു ഓട്ടോയുണ്ട്, ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ട്. അങ്ങനെ പല ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത ജോലികളൊന്നും ഈ താഴെ കമൻറ്റിൽ വന്ന് ഇടുന്നവന്മാരൊന്നും ചെയ്യുന്നില്ല. ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങുന്നത്, ഞാൻ രാത്രി വീട്ടിൽ 11 മണിക്കാണ് വന്ന് കയറുന്നത്. അപ്പോൾ അത്രയും ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം വേറെ ജോലിക്ക് പോടാന്നൊക്കെ പറയുന്നവന്മാരുടെ അടുത്ത് എനിക്ക് അത്രേ പറയുള്ളൂ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ പല വീഡിയോയിൽ ഓട്ടയ്ക്കകത്തൊക്കെ ഞാൻ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഓട്ടയാണ്. അത് ഞാൻ ഓടുന്ന ഓട്ടയാണ്. ഞാൻ തൊഴിലെടുക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഇതെല്ലാം ഈ പല രീതികളിൽ കൂടെ ഞാൻ എൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ തേടാറുണ്ട്. അതിലൊന്ന് മാത്രമാണ് യൂട്യൂബും തുറന്നത്. അല്ലാതെ ഞാൻ യൂട്യൂബും തുറന്ന് വെച്ചും കൊണ്ട് യൂട്യൂബിലെ വരുമാനം നോക്കിയിരിക്കുന്ന ഒരുത്തനല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തും. അതിലെനിക്ക് യാതൊരു മടിയുമില്ല. അപ്പം മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും നമ്മുടെ അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തും. അതിപ്പം മമ്മൂട്ടിയുടെ സിനിമകൾ കൊള്ളില്ലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. അതുപോലെ മോഹൻലാലിൻ്റെ സിനിമകൾ കൊള്ളില്ലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. പക്ഷെ കൊള്ളാമെങ്കിൽ ഇതിൽ ഏതൊരു നടനാണെന്ന് ഞാൻ നോക്കൂല. സിനിമ നല്ലതാണോ അവനെ പുകഴ്ത്തിയിരിക്കും. അതിപ്പം മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിലും ശരി, മോഹൻലാലിൻ്റെ സിനിമയാണെങ്കിലും ശരി, ഇപ്പം പൃഥ്വിരാജിൻ്റെ സിനിമയാണെങ്കിലും ശരി. അപ്പം നമ്മുടെ ആസാദി എന്ന് പറഞ്ഞ സിനിമ, അതിന് നല്ലൊരു, എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് അത്രയും നല്ലൊരു ഇതായിട്ട് തോന്നിയത്, നല്ലൊരു നമുക്ക് ത്രില്ലിങ് തരുന്നൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നി ആ സിനിമയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ചതായിട്ട് വരാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. തികച്ചും എൻ്റെ അഭിപ്രായം പേഴ്സണലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.